കിനാവിൻ്റെ തീരത്ത് ഭാഗം 55. അല്പം ദേഷ്യത്തോടെ അവൻ്റെ മുഖത്ത് നോക്കാതെ അവൾ മറുപടി പറഞ്ഞു. എങ്കിലിന്ന് വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ശരിക്കും ഒന്ന് കാണണേ. മേൽമീശ കടിച്ച് ഒരു കണ്ണിറുക്കി പറയുന്നവനെ അവളൊന്ന് കൂർപ്പിച്ച് നോക്കിയിരുന്നു. എങ്കിലും ആ നിമിഷം തന്നെ ചുവന്നു പോയിരുന്നു പെണ്ണ്. വഷളത്തരം പറയാതിരിക്കും സുധിയേട്ടാ, രാവിലെ തന്നെ. കൃത്രിമ ഗൗരവത്തോടെ അവൾ പറഞ്ഞപ്പോൾ അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. ഇതിലെന്താ ഇപ്പോൾ വഷളത്തരം? ഞാൻ ഇതുവരെ തന്നെ ശരിക്കും ഒന്നും കണ്ടിട്ടില്ലല്ലോ. കണ്ണുകളിൽ കുസൃതി നിറച്ച് വീണ്ടും അവൻ പറഞ്ഞു. ഒന്നും മിണ്ടാതിരിക്കൂട്ടോ, ആരെങ്കിലും കേട്ടുകൊണ്ട് വന്നാൽ എന്ത് മോശമാണ്. അത് കൊള്ളാം, ഞാൻ അയൽപ്പക്കത്തെ ആ പെങ്കൊച്ചിനോടല്ലല്ലോ പറഞ്ഞത്, എൻ്റെ സ്വന്തം ഭാര്യയോടല്ലേ. ആരെങ്കിലും കേട്ടുകൊണ്ട് വന്നാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ചെറു ചിരിയോടെ അവൻ പറഞ്ഞു. അവൾ വീടും പറമ്പും ഒക്കെ വിശദമായി തന്നെ അവനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് അമ്പലത്തിൽ പോകണ്ടേ സുധിയേട്ടാ? അവൻ്റെ അരികിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവൾ ചോദിച്ചു. പോകാലോ, രാവിലെ തന്നെ റെഡി ആയിക്കോ. നമ്മൾ അന്ന് കണ്ട ആ ക്ഷേത്രമല്ലേ? അതെ, ഇവിടുത്തെ പ്രസിദ്ധമായ അമ്പലമാണ് പരബ്രഹ്മക്ഷേത്രം. ഇവിടെ കെട്ടുകാഴ്ചയൊക്കെ നടക്കാറുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ കാണാമല്ലോ. ഞാൻ ഈ നാടിൻ്റെ മരുമകനായില്ലേ? ചെറു ചിരിയോടെ അവൻ പറഞ്ഞു. രണ്ടുപേരും അകത്തേക്ക് കയറി ചെന്നിരുന്നു. അമ്മേ, ഞങ്ങളെ അമ്പലത്തിൽ പോവാ, അവൾ മാധവിയോടായി പറഞ്ഞു. അമ്പലത്തിൽ പോവാണെങ്കിൽ രാവിലെ തന്നെ പോകായിരുന്നില്ലേ? ഇനിയിപ്പോൾ കുളിച്ച് റെഡിയായി പോകുമ്പോൾ ഒരുപാട് താമസിക്കില്ലേ? അത് സാരമില്ലമ്മേ, റെഡിയായിരിക്കാമല്ലോ. അപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് പെട്ടെന്ന് പോകാമല്ലോ. നിനക്കിപ്പോഴേ പോകാൻ ധൃതിയായോ? മാധവി ചോദിച്ചു. അതുകൊണ്ടല്ലമ്മേ, ഇന്നലെ രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയതല്ലേ. അവിടുത്തെ അമ്മ ഏട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയൊരു പിണക്കം വേണ്ടാലോ എന്ന് കരുതി. ഹാ, അത് നന്നായി. ഞാൻ വെറുതെ പറഞ്ഞതാ. നീ സുധിക്ക് കുളിക്കാനുള്ള തോർത്തും സോപ്പും ഒക്കെ എടുത്തു കൊടുക്ക്. മാധവി പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ തന്നെ അവൾ മുറിയിലേക്ക് ചെന്നിരുന്നു. അപ്പോൾ തോർത്തെടുത്ത് തലയിലൊരു വട്ടക്കെട്ടൊക്കെയായി നിൽക്കുകയാണ് സുധി. തോർത്തെടുത്തോ? എങ്കിൽ വേഗം പോയി കുളിച്ചിട്ട് വാ. നമുക്ക് ആ പുഴയിൽ പോയി കുളിച്ചാലോ? പുഴയിലോ? അന്ന് താൻ പറഞ്ഞില്ലേ നനയ്ക്കാനൊക്കെ പോകാറുള്ള ഒരു പുഴയെക്കുറിച്ച്. അത് കേട്ടപ്പോൾ തൊട്ട് എനിക്കൊരാഗ്രഹമുണ്ട് അവിടെ കുളിക്കണമെന്ന്. അത് പുഴയൊന്നുമല്ല സുധിയേട്ടാ, ഒരു കനാലാണ്. കനാലെങ്കിൽ കനാൽ, നമുക്ക് അവിടെ കുളിക്കാം. ഈ സുധിയേട്ടൻ്റെ കാര്യം ഞാൻ എങ്ങനെയാ അവിടെ വന്ന് കുളിക്കുന്നേ? സുധിയേട്ടൻ കുളിച്ചോ, ഞാനിവിടെ ബാത്റൂമിൽ കുളിച്ചോളാം. അല്ലെങ്കിലും താൻ അവിടെ കുളിക്കണ്ട. അതിന് ഞാൻ സമ്മതിക്കില്ല. അല്ലേലും രാവിലെ സമയത്തൊന്നും ഞാൻ അങ്ങനെ അവിടെ പോയി കുളിക്കാറില്ല. സന്ധ്യ ആവുമ്പോഴാണെങ്കിൽ ഇരുട്ടല്ലേ, അല്ലാണ്ട് കുളിക്കാൻ എനിക്ക് ചമ്മല. എങ്കിൽ താൻ പോയി കുളിമുറിയിൽ കുളിച്ചിട്ട് വാ. ഞാനിന്ന് കനാലിലേ കുളിക്കുന്നുള്ളൂ. അവൻ ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ ചെറുചിരിയോടെ അവൾ തോർത്തുമെടുത്ത് കുളിമുറിയിലേക്ക് പോയിരുന്നു. അവൾ കുളിച്ചിറങ്ങിയപ്പോഴേക്കും സുധി പോകാൻ തയ്യാറായിരുന്നു. മീനു, നനയ്ക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താ, ഞാൻ കനാലിൽ പോവാ, മീര പറഞ്ഞു. അത് കേട്ടുകൊണ്ടാണ് മാധവി വന്നത്. എന്തിനാടി അവിടേക്ക് പോകുന്നത്? ഇവിടെ കുളിക്കാലോ, സുധിയും കൂടി ഉള്ളതല്ലേ. നീ കുളി കഴിഞ്ഞല്ലോ, അവളുടെ തലയിലെ തോർത്തിലേക്ക് നോക്കിക്കൊണ്ട് മാധവി പറഞ്ഞു. എനിക്കല്ല, സുധിയേട്ടന് ആഗ്രഹം അവിടെ കുളിക്കണമെന്ന്. ഞാൻ പണ്ടെപ്പോഴും അവിടെ കുളിച്ചിട്ടുള്ള കാര്യം സുധിയേട്ടനോട് പറഞ്ഞിരുന്നു. ആണോ? എന്നാ പോയിട്ട് വാ. നീ നനയ്ക്കാനൊന്നും നിൽക്കണ്ട. ഇതിനിടയ്ക്ക് തുണി നനയ്ക്കാനോ? അത് സാരമില്ല. ഞാൻ എത്ര ദിവസമായി എന്തെങ്കിലും ചെയ്തിട്ട് വെറുതെ ഇരുന്നിട്ട് എന്തോ പോലെ. നീ നനയ്ക്കാനുള്ളതൊക്കെ എടുക്കുവെണ്ണേ, മീനുവിനോടായി അവൾ പറഞ്ഞു. ഇനിയും തർക്കിക്കുന്നത് ശരിയല്ലെന്ന് തോന്നിയതുകൊണ്ട് മാധവി ഒന്നും പറഞ്ഞില്ല. മീനു കുറച്ച് തുണികൾ അവളുടെ കയ്യിലേക്ക് കൊടുത്തു. അതൊരു ചെറിയ ബക്കറ്റിലാക്കി അവളും സുധിയും കൂടി ആ നാട്ടുവഴിയിലൂടെ നടന്നു. ഇടയ്ക്ക് പരിചയക്കാരൊക്കെ മീരയെ കണ്ട് സുധിയെക്കുറിച്ച് തിരക്കുന്നുണ്ട്. മീരയോട് സംസാരിക്കുന്നവരോടൊക്കെ ഒരു പുഞ്ചിരി സുധി തിരികെ നൽകുന്നുണ്ട്. മഞ്ഞുകണങ്ങൾ ഇടയ്ക്ക് ചില ചെടികളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാം. അത് കാലിൽ നനവ് പടർത്തുന്നുണ്ട്. ഇളം വെയിലിൻ്റെ നിറച്ചാർത്തൽ ചെറിയ മഞ്ഞുള്ള ആ നാട്ടുവഴിയിലൂടെ മീരയ്ക്കൊപ്പം നടന്നു പോകുന്നത് ഒരു പ്രത്യേക അനുഭവമാണെന്ന് അവന് തോന്നി. ഇടയ്ക്ക് പലവിധ ജോലികളുമായി പോകുന്ന പലരെയും കണ്ടു. പാലുമായി പോകുന്നവരെയും പത്രവുമായി പോകുന്നവരെയും ടാപ്പിങ്ങിനായി പോകുന്നവരെയും ഒക്കെ. ആലപ്പുഴ ജില്ലയിലായതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കൈത്തോടുകളും ഓലികളുമൊക്കെ അവിടെ ഇവിടെയായി കാണാം. കനാലിനരികിലെത്തിയപ്പോൾ അവിടെ കുറച്ചു പേർ കുളിക്കാൻ നിൽപ്പുണ്ട്. അതിൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. ആ കാഴ്ച തന്നെ കൗതുകമായിരുന്നു സുധിക്ക്. ആളില്ലാത്ത ഒരു കടവിനരികിലായി 2 പേരും ഇറങ്ങി. സുധിയേട്ടന് നീന്തലൊക്കെ അറിയോ? ആഴമൊന്നുമില്ല, എങ്കിലും മീര ചോദിച്ചു.
പിന്നെ കനാലിൽ കുളിക്കാനാണ് നീന്തൽ അറിയേണ്ടത്. എന്നാലും എനിക്ക് നീന്തൽ അറിയാം. പണ്ട് അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ ആറ്റിൽ പോകാറുണ്ട്. അമ്മയുടെ വീട് പന്തളത്താണ്. അവിടെ ആറും തോടും ഒക്കെ ഉണ്ടല്ലോ. അവൻ ഒരു തോർത്തൊക്കെ കെട്ടി കുളിക്കാനിറങ്ങി. ആ നേരം കൊണ്ട് കുറച്ച് തുണികളൊക്കെ അവൾ നനച്ചു. കുളി കഴിഞ്ഞ് കയറി വന്നവൻ അവളോടൊപ്പം തുണി ഉലയ്ക്കാനും കൂടി. അവൾ അവനെ തടഞ്ഞുവെങ്കിലും അവനത് ഗൗനിക്കാതെ അവളെ സഹായിച്ചു കൊണ്ടിരുന്നു. കുളി കഴിഞ്ഞ് രണ്ടുപേരും തിരികെ കയറി പോകുന്നതിനിടയിലും ഒരുപാട് സംസാരിച്ചു. സുധിയെ അവൾ കൂടുതൽ അറിയുകയായിരുന്നു. വളരെ ശാന്തമായ സ്വഭാവമാണ് അവൻ്റേത്. സംസാരിക്കുന്നത് പോലും ഏറെ വിനയത്തോടെയാണ്. ആരെയും വെറുപ്പിക്കാതെ ആർക്കും വേദന ഉണ്ടാക്കാതെ ഏറെ മനോഹരമായി സംസാരിക്കുന്ന അവനോട് അവൾക്ക് ആരാധന തോന്നിയിരുന്നു. കറുപ്പും ചെമ്പൻ നിറവും ഇടകലർന്ന മീശയും താടിയും പ്രവാസത്തിൻ്റെ ബാക്കി പത്രമെന്നോണം ചെറുതായി കഷണ്ടി കയറി തുടങ്ങിയ മുടിയിഴകളും വടിപൊത്ത പുരികങ്ങളുമൊക്കെ അവൻ്റെ സൗന്ദര്യമാണെന്ന് അവൾക്ക് തോന്നി. നന്നായി വെളുത്ത നിറമാണ്. ഷർട്ട് കൂടി ഇട്ടിട്ടില്ല. ഒരു തോർത്തുകൊണ്ട് ഉടൽ പൊതിഞ്ഞിരിക്കുകയാണ്. നല്ല വെളുത്ത നെഞ്ചിലെ ആ കറുത്തു ചുരുണ്ട രോമങ്ങൾ കാണി വല്ലാതെ ആയി പോയിരുന്നു മീര. ആദ്യമായാണ് ഒരു പുരുഷൻ്റെ ഉറച്ച നെഞ്ചം ഇങ്ങനെ കാണുന്നത്. നെഞ്ചിലെയും കഴുത്തിലെയും രോമങ്ങളെ ചുറ്റിക്കിടക്കുന്ന ഒരു സ്വർണമാല. അത് നീളത്തിൽ നെഞ്ചുവരെ നീണ്ടുകിടക്കുന്നു. അതിൻ്റെ അറ്റത്തായി എസ് എന്ന ലോക്കറ്റ്. സിൽവർ ചെയിൻ നിറഞ്ഞു കിടക്കുന്ന രോമങ്ങളാൽ ആവരണം ചെയ്ത കൈകളിൽ തൻ്റെ പേരെഴുതി കിടക്കുന്ന കല്യാണമോതിരം. കൂടി കഴിഞ്ഞതും വെയിലേറ്റ് അവൻ്റെ മുഖമൊക്കെ വല്ലാതെ ചുവന്നു. വെളുത്തതായതുകൊണ്ട് തന്നെ ആ ചുവപ്പ് നന്നായി എടുത്തറിയാം. ഇടയ്ക്ക് നടക്കുന്നതിനിടയിൽ തോർത്തുകൊണ്ട് തലയിൽ തുടയ്ക്കുന്നുമുണ്ട്. അങ്ങനെയാണ് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവളുടെ നോട്ടം കണ്ടുകൊണ്ട് അവൻ അവളെ കൂർപ്പിച്ചു നോക്കി. പിന്നെ പുരിക ഉയർത്തി എന്താണെന്ന് ചോദിച്ചു. പെട്ടെന്ന് അവൾക്ക് ചമ്മൽ തോന്നി. ആ നിമിഷം തന്നെ അവൾ അവനിൽ നിന്നും നോട്ടം മാറ്റി കളഞ്ഞിരുന്നു. അവൻ അവളെ നോക്കി ആക്കിയൊന്ന് തലയാട്ടി. തൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. കുറേ നേരമായിട്ട് ചോര ഊറ്റുവാണല്ലോ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അവളുടെ കാതോരം പതിയെ അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് അവൻ പറഞ്ഞപ്പോൾ നാണത്താൽ തുടുത്തു പോയിരുന്നു മീര. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.